ആദ്യം ചേട്ടന്റെ പേര് പറയാമോ? എന്റെ പേര് വിജയകുമാർ. ഓക്കെ. ഈ പേഷ്യന്റിന്റെ ആരാണ്? മൂത്ത മകൻ. ചേട്ടന്റെ പേരോ? ഞാൻ ഉദയകുമാർ. ഉദയകുമാർ ഇവരുടെ ഇളയ മകൻ. അല്ലേ? അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ ജോസ്ഗിരി ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നത് ഈ പേഷ്യന്റിനെ കൊണ്ട്? അത് എന്റെ പെങ്ങളുടെ ഭർത്താവ് ഹരികുമാർ ഡോക്ടർ ആയിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പെങ്ങളുടെ ഭർത്താവാണ് ഹരികുമാർ ഡോക്ടർ സാറിനോട് പറഞ്ഞിട്ട് അവരെയും കൂടെ അഡ്മിറ്റ് അങ്ങനെ ഹരികുമാർ സാറിനെ പറ്റി അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അമ്മയ്ക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം കിട്ടിയായിരുന്നോ? പിന്നെ സർജറി കഴിഞ്ഞിട്ടും സാറ് വന്ന് കാണുകയും മറ്റു കാര്യങ്ങളൊക്കെ? സർജറി കഴിഞ്ഞ ഉടനെ 8 മണിക്കൂറിന് മുമ്പേ വന്നിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞ മുമ്പേ വന്ന് നോക്കിയിട്ട് ഡോക്ടർ പോയത്. വൈകുന്നേരം പിന്നെയും വന്നു. അപ്പൊ ഡോക്ടർ ശരിക്കും ഒരു കുടുംബത്തിലെ ആളെ പോലെ തന്നെ ഓക്കെ. ബാക്കി ഇവിടെ നേഴ്സുമാരും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നീറ്റായി. ഓക്കെ. ചേട്ടന് ബാക്കി എങ്ങനെ കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ട കാര്യങ്ങൾ? എല്ലാവരും നല്ല കോപ്പറേഷൻ ആണ്. എല്ലാവരും നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ ഒരു വീട്ടിൽ കഴിയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ 2 ദിവസമായിട്ട് വന്നിട്ട് എനിക്ക് തോന്നി എങ്ങനെയാണ് എല്ലാവരും നല്ല ഒരു എന്താ പറയണ്ട, നമുക്കൊരു വീടായിട്ട് തന്നെ എനിക്ക് തോന്നി. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു അന്തരീക്ഷം അല്ലാതെ നല്ലൊരു അറ്റ്മോസ്ഫിയർ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ശരിക്കും അതന്നെ വീണ്ടും പറയണ്ട. ഹോസ്പിറ്റലിൽ നിന്നുള്ള അറ്റ്മോസ്ഫിയർ അല്ല എനിക്ക് തോന്നിയത്. നല്ലൊരു പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിന്റെ ഒരു ഫീലിങ്സ് കിട്ടുന്നില്ല. കുടുംബത്തെ പോലെയാണ് എല്ലാരും. ഓക്കെ. അപ്പം ഇവിടെ ഇനിയിപ്പം ഫർദർ ആയിട്ട് ഇനിയിപ്പം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഈ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റെഫർ ചെയ്യുന്നു. നമുക്ക് അറിയുന്ന കൂട്ടാണെങ്കിൽ നമ്മൾ പറയും. നമ്മള് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് മെന്റലി ഒരു ഇതാണ്. അതിവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ ഒരു ഫീലിംഗ് അല്ല. നമ്മുടെ വീട്ടിൽ കഴിയുന്ന പോലെ എല്ലാവരും നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു ബന്ധുക്കളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് എനിക്ക് ഒരുപാട് നന്ദി.